ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ശരിക്കും ഒരു ഡിപ്രസീവ് സ്റ്റേജിലായിരുന്നു. കാരണം വയനാട്ടിലെ ദുരന്തം കണ്ട് ശരിക്കും പകച്ച് സത്തയായി ഇരുന്നു പോയെന്ന് പറഞ്ഞെന്നാൽ അത് സത്യമാണ്. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴേക്കും 3 ഗ്രാമങ്ങൾ മുഴുവനും നാമാവശേഷമായി എന്ന് കേട്ടപ്പോൾ ഹൃദയം തകർന്ന് തരിപ്പണമായിപ്പോയി. ഇപ്പോൾ TV വെക്കാനായിട്ട് പേടിയാണ്. എന്താ കേൾക്കാൻ പോകുന്നെന്നുള്ള ഒരു ഭയം. അവിടെയുള്ളവരുടെ നിർഭാഗ്യാവസ്ഥ കണ്ടിട്ട് എന്തുമാത്രം വിഷമമുണ്ടായെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. വയനാട്ടുകാരോട് ഒന്നേ പറയാനുള്ളൂ, ധൈര്യം വിടരുത്, ഈ സമയവും കടന്നു പോകും. കണ്ടില്ലേ, വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും ജാതി മത ഭേദമന്യേ രക്ഷാദൗത്യത്തിൽ പ്രയത്നിക്കുന്നത്. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെയും അതുപോലെ സൈനിക സേനയുടെയും അവസരോചിതമായ ഇടപെടലും റെസ്ക്യൂ ഓപ്പറേഷനും ഒക്കെ ശരിക്കും പ്രശംസനീയമാണ്. അവർക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഈ ഷോക്കിൽ നിന്നും ഒന്ന് കരകയറാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വിനോദസഞ്ചാരികളുടെ പർദീസയാണ് വയനാട്. ഇത്രയും ഭംഗിയുള്ള മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ ഇനിയും ഒരു ചരിത്രം മാത്രമോ? ഇത്രയും ഭംഗിയുള്ള ചാലിയാറാണോ ഈ രൗദ്രഭാവം പൂണ്ടത്? ഇനി വയനാട്ടിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ തന്നെ എല്ലാവർക്കും ആശ്വാസവും ശക്തിയും ബലവും തരട്ടെ. എത്രയും വേഗം എല്ലാവരെയും പുനരധിവസിപ്പിക്കുവാൻ കഴിയട്ടെ. അതുപോലെ തന്നെ വയനാട്ടിൽ പ്രകൃതിക്ഷോഭത്താൽ ജീവൻ പൊലിഞ്ഞ എല്ലാവർക്കും ആദരാഞ്ജലിയും അർപ്പിച്ചുകൊള്ളുന്നു.